നയന ചെയ്ത നന്മ ഏട്ടത്തിയുടെ വായിൽ നിന്ന് തന്നെ ജാനകി തിരിച്ചറിയുവാണ്. അത് ദേവയാനിയോട് ചോദിച്ച് ഉറപ്പ് വരുത്തുന്നുമുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ജാനകിയും ദേവയാനിയും ചേർന്ന് പുറമേ ദേഷ്യം കാണിച്ചും ഉള്ളിൽ സ്നേഹം കൊണ്ട് മൂടുവാണ്. ഇതൊന്നും തിരിച്ചറിയാത്ത അനാമിക ജാനകിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നയനയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാനായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. അമ്മയ്ക്കറിയോ, ആ നന്ദു ഇനി പോലീസ് ഓഫീസറൊക്കെ ആയിക്കഴിഞ്ഞാലേ നമ്മുടെ കാര്യത്തില് ഒരു തീരുമാനാവും. എന്തിനാ മോള് പേടിക്കുന്നത്? അനന്തപുരക്കാർക്കേ പോലീസുകാരെയൊന്നും ഒരു പേടിയുമില്ല. തെറ്റ് ചെയ്താലല്ലേ മോളെ പേടിക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? അല്ലമ്മേ, അങ്ങനെയല്ല. ഇപ്പൊ തന്നെ അനിയോട് കൂടുതൽ അടുക്കുന്നുണ്ട് നന്ദു. ഇനിയിപ്പോ SI ആയി കഴിഞ്ഞാൽ അവൾ ഇനി അനിയോട് സംസാരിച്ചാലോ, ഇനി ഒരുമിച്ച് ഇടപഴകിയാലോ? ചോദ്യം ചെയ്യാൻ ചെന്നാലേ എനിക്ക് അന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നേ. എന്റെ മോളെ, അനി നിന്റെ ഭർത്താവാ. നിന്റെ ഭർത്താവിനെ കയ്യിലെടുക്കേണ്ടതേ നീ തന്നെയാ. അവനും അവളും തമ്മിൽ ജസ്റ്റ് ഫ്രണ്ടാണെന്ന് അവൻ പറയാറുണ്ടല്ലോ. അതിൽ നീ വെറുതെ മോശമായിട്ടുള്ളൊന്നും കാണണ്ട. അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ അങ്ങനെയല്ലല്ലോ പറയാറ്. അമ്മ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ സംസാരിക്കാറ്? അതെ, മോളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അനിയെ സ്നേഹിക്കാൻ തുടങ്ങും മോളിങ്ങനെ അനിയെ കാണുമ്പോഴേക്കും ഓരോന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ മോളോടുള്ള അകലം കൂടുകയല്ലേ ചെയ്യുള്ളൂ. കാര്യം അമ്മയുടെ മോനൊക്കെ തന്നെയാ എന്ന് കരുതിയിട്ടേ അമ്മയുടെ സ്വഭാവമൊന്നുമല്ല അമ്മയുടെ മോന് കിട്ടിയിരിക്കുന്നത്. എന്തു പറഞ്ഞാലും എടുത്തു ചാടി എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ അമ്മേ? എപ്പോഴും നന്ദുവിനെ കുറിച്ചിട്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അവളിപ്പോ SI ടെസ്റ്റിനൊക്കെ പാസ്സായി അവളെ ട്രെയിനിങ്ങിന് പോവാന്നൊക്കെ അറിയുമ്പോൾ അവന് വലിയ സങ്കട. അവളെ കുറച്ചു നാളത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാനകിയും അനാമികയും സംസാരിക്കുന്നിടത്തോട്ട് ദേവയാനി വരുന്നുണ്ട്. എന്താ ഇവിടെ അമ്മായിമ്മയും മരുമകളും കാര്യമായിട്ടുള്ള സംസാരമാണല്ലോ. എന്താ കാര്യം? ഞാൻ കേൾക്കാൻ പറ്റുന്നതാണോ? എന്താ ഏട്ടത്തി അങ്ങനൊരു ചോദ്യം? ഏട്ടത്തിയെ മറിച്ച് ഇവിടെ ഒന്നും നടക്കില്ല. അവള് പറയായിരുന്നു ആ നന്ദുവിനെ കുറിച്ച്. നന്ദു SI ആവാൻ പോവല്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കുക. അതെ വല്യമ്മേ, അവൾ SI ആയി കഴിഞ്ഞാലേ അവൾക്ക് മാത്രമല്ല തലക്കനം ഉണ്ടാവുക, അവളുടെ ചേച്ചിമാരായ നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ അതുണ്ടാവും. ഇപ്പൊ തന്നെ അവരിവിടെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വല്യമ്മയ്ക്ക് അറിയുന്നതല്ലേ. ഓഫീസ് മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്നതേ നയനയാ. അതിനു പുറമെ നവ്യയുടെ കാര്യം, അവളിവിടെ ചുമ്മാ ഇരിക്കുകയാണെങ്കിലും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഒക്കെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. എന്തിനാനാമികെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നന്ദു പഠിച്ച് അവളുടെ ഒരു ധൈര്യം കൊണ്ടാ ഇതുവരെ എത്തിയത്. അതില് നമ്മളെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കുട്ടിക്ക് അത്രയും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ജോലി കിട്ടണമെന്ന്. അതിനുള്ള കഴിവും ആ കുട്ടിക്കുണ്ട്. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ലെങ്കിലും വല്യമ്മോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? നിങ്ങൾക്കെല്ലാവർക്കും നന്ദുവിനെയും അവളുടെ വീട്ടുകാരെയൊക്കെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണല്ലോ. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടെന്താ എന്നും പറഞ്ഞ് അനാമിക ദേഷ്യത്തിൽ അങ്ങ് പോകുന്നുണ്ട്. ഏട്ടത്തി, മോൾക്ക് സങ്കടമായെന്നാ തോന്നുന്നേ. അവൾക്ക് സങ്കടം വരാൻ രീതിയിൽ നമ്മളൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ അവൾക്ക് സങ്കടാവുന്നേ? ജാനകി, നീ നിന്റെ മരുമകളെ നിലയ്ക്ക് നിർത്തണം. ഇങ്ങനെ പോയാലേ ഈ വീട്ടിൽ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. നയനയും നവ്യയും ഈ കുടുംബത്തിന് ഒരാപത്തും വരുന്ന രീതിയിൽ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുപോലെയല്ല അനാമികയുടെ കാര്യം. നീയൊന്ന് നിന്റെ മരുമകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതേ നന്നായിരിക്കും എന്നും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അനാമിക വീട്ടിൽ എന്ത് നടന്നാലും അച്ഛനെയും അമ്മയെയും വിളിച്ചു പറയുമല്ലോ. അതുപോലെ തന്നെ അവരെടുത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു തരത്തിലും സമാധാനമില്ല. ഇപ്പോ നന്ദുവിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെക്കൂടെ പേടിയാവുക. അച്ഛൻ്റെയും നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളും ഒക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോടതി കയറേണ്ടി വരും. മോൾ ഒരു കാര്യം ചെയ്യേ, കുറച്ചുനാള് ഇവിടെ വന്ന് നിൽക്ക്. അവിടെ നിന്ന് കഴിഞ്ഞാലേ മോളുടെ തലവേദന കൂടുകയുള്ളൂ. ഇവിടെ വന്നാല് നന്ദുവിനെ ഒതുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് തീരുമാനിക്കാം മോളെ. അച്ഛാ, ഞാൻ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി വന്നാലേ ശരിയാവില്ല. ഞാനിവിടുന്ന് മാറി നിൽക്കാൻ കാത്തിരിക്കുക ഇവളന്മാരൊക്കെ, വല്യമ്മയെയും അതുപോലെ എൻ്റെ അമ്മായിമ്മയൊക്കെ കയ്യിലെടുക്കാനായിട്ട്. മോളെ അങ്ങനെ കരുതണ്ട. മോള് കുറച്ചു ദിവസം ഞങ്ങളെടുത്ത് വന്ന് നിൽക്ക്. ഇനി മോളായിട്ട് ഇറങ്ങി വരുന്നത് ശരിയല്ല. അതുകൊണ്ടേ ഞങ്ങൾ കൊണ്ടുവരാൻ വരാം. മോളെ വിളിച്ചോണ്ട് വരാൻ ഞാനും അമ്മയും അങ്ങോട്ട് വരാം. എന്നാ ശരി അച്ഛാ. ഇവിടെ നിന്നാലേ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. കുറച്ചു നാളെ അവിടെ വന്ന് നിൽക്കാം. എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആ കോന്തനെ കാണണ്ടല്ലോ, അവനെ കണ്ട എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛനമ്മയും വേഗം വരാൻ നോക്ക് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതിയും വേണുവും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. ഇവരെ കാണുന്നതും ജാനകി അങ്ങ് ചെല്ലുന്നുണ്ട്. ആ, മോളുടെ അച്ഛൻ വന്നോ? എത്ര നാളായി നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട്? മോളെപ്പോഴും പറയും നിങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിന്നൂടെ മോളുടെ കൂടെ? അതെന്തിനാ ജാനകി? ഇവിടെ വന്ന് നിന്നാ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇവിടെ സമാധാനമില്ല. ഇനി ഞങ്ങളൂടെ ഇവിടെ വന്ന് നിന്നിട്ട് എന്തിനാ വെറുതെ ഞങ്ങളുടെ സമാധാനം കൂടെ കളയുന്നത്? ഞങ്ങൾ മോളെ വിളിച്ചോണ്ട് പോകാനാ വന്നത്.
മോളെ വിളിച്ചോണ്ട് പോവാന് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പ്രശ്നങ്ങൾ കാരണമല്ല, മോളെ കുറച്ച് നാള് അവിടെ കൊണ്ടുപോയി നിർത്തായെന്ന് കരുതി. കുറേ നാളായല്ലോ മോൾ അവിടെ വന്ന് നിന്നിട്ട്. എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞാ മോൾ അങ്ങോട്ട് വരാറ്. ഇതിപ്പോ ഞങ്ങൾ തന്നെ വിളിച്ചോണ്ട് വരാമെന്ന് കരുതി. അതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നത്. മോള് ഇവിടുന്ന് പോകുന്നതില് എനിക്ക് വലിയ സങ്കട. അവളെ കാണാതിരിക്കുമ്പോഴേ എനിക്ക് എന്തോ പോലെയാ. അത് ഞങ്ങൾക്ക് അറിയാം ജാനകി. എന്നാലും മോളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം. അത് വേണുവേട്ടന് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ. അത് ശരിയാ, അക്കാര്യം ഞാൻ വിട്ടുപോയി. അല്ല, നിങ്ങൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളെ തല്ലിയത് ആരാണെന്ന് കണ്ടെത്തിയോ? ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയാം. അച്ഛനാണെങ്കിൽ പിടിപാടൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്താൻ സാധിക്കും. ഏയ് അതൊന്നും വേണ്ട ജാനകി, ഞങ്ങൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം ഞങ്ങൾ ഈ തല്ലിയ ആൾക്കാരെ കണ്ടെത്തും. എന്തായാലും ഞങ്ങൾക്ക് കൂടുതൽ വിരോധക്കാരൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതാ നന്ദുവാ. അവളാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഉറപ്പാക്കാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പോലീസിൽ വിവരം അറിയിച്ചത്. എന്തായാലും എത്രയും വേഗം കണ്ടെത്തും, അതുറപ്പാ എന്ന് പറയുന്നുണ്ട്. പിന്നീടായിട്ട് അനാമിക വരുന്നുണ്ട്. ആ അമ്മേ അച്ഛനോ? അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് ഒരു വിവരം പറയാതെ? മോളെ കുറച്ച് ദിവസം വീട്ടിലോട്ട് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ആ ഞാനും കരുതിയതാ കുറച്ച് നാൾ നിങ്ങളെടുത്ത് വന്ന് നിൽക്കണമെന്ന്. കുറേ ആയിട്ട് എൻ്റെ മനസ്സ് ശരിയല്ല അച്ഛാ. അതുകൊണ്ട് കുറച്ച് സമാധാനം വേണം. ഇവിടെ നിന്നാലേ എനിക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ വിളിക്കാനായിട്ട് ഞാനും നിൽക്കുമായിരുന്നു. എന്നാ മോള് റെഡിയായിട്ട് വേഗം വാ, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. ശരി അമ്മേ, എന്നാ അമ്മ കൂടെ വാ എന്നും പറഞ്ഞ് രേവതിയെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ജാനകി ഇവർക്ക് വെള്ളമെടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. മുകളിൽ ചെന്ന് അനാമികയോട് രേവതി പറയുന്നുണ്ട്. മോളെ, അനിയെ കണ്ടില്ലല്ലോ. അവൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല അമ്മേ. അവൻ രാവിലെ 2-3 ബ്രാഞ്ച് നോക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങും. എന്നിട്ട് ബ്രാഞ്ചിലോട്ടൊന്നും അല്ല പോകുന്നത്, ആ നന്ദുവായിട്ട് കറങ്ങാനാ. അവള് 3-4 ദിവസം കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് പോവല്ലേ. അതുകൊണ്ട് അവളെ കൂടെ തന്നെയായിരിക്കും. മോളെ, അനി നിന്റെ ഭർത്താവാ. അങ്ങനെ ഇരിക്കെ നീ ഒരിക്കലും അവനിങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല. എപ്പോഴും ഒരു കയറ് നിന്റെ കയ്യിൽ വേണം. അവനെ നിന്റെ താളത്തിന് തുള്ളുന്ന ഒരു കുരങ്ങനെ പോലെ വേണം നീ കൊണ്ടു നടക്കാൻ. എത്ര തവണയാ അമ്മ പറഞ്ഞു തരുന്നേ? എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ലമ്മേ. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അനിയുടെ സ്വഭാവം. മോളെന്തായാലും ഒരു കാര്യം ചെയ്യുക. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. അനിയുടെ പൈസയോ മറ്റെന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കയ്യിലെടുത്തോ. അവിടെ ചെന്ന ആവശ്യങ്ങളുണ്ടാവും. അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ അറിയുന്നതല്ലേ. മോളെന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും കരുതിക്കോ. അതൊക്കെ ഞാൻ അനിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അക്കൗണ്ടിലോട്ട് ഇട്ടുതരാന്നാ പറഞ്ഞത്. അങ്ങനെ രേവതിയും അനാമികയും സംസാരിക്കുന്നത് ജാനകി കേൾക്കുന്നുണ്ട്. ജാനകി അനാമികയുടെ അടുത്തോട്ട് റൂമിലോട്ട് വരുമ്പോഴാണ് ഇവർ സംസാരിക്കുന്നത് ജാനകി കേൾക്കുന്നത്. എനിക്ക് അനിയുടെ സ്നേഹം പിടിച്ചു പറ്റാനൊന്നും തീരെ താല്പര്യമില്ല അമ്മേ. ഞാനിങ്ങോട്ട് കയറി വന്നത് തന്നെ എന്തിനാ? ഇവിടുത്തെ സ്വത്തും പണവും കിട്ടാനായിട്ട്. അല്ലാതെ അനിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവൻ്റെ കുട്ടികളെയും പ്രസവിച്ച് ഈ വീട്ടിൽ കൂടാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എൻ്റെ ലക്ഷ്യം കഴിഞ്ഞാലേ അവനെ ഞാൻ വലിച്ചെറിഞ്ഞ് എൻ്റെ കാര്യം നോക്കി ഞാൻ പോവും. അല്ലാതെ അവന് ജീവിതകാലം മൊത്തം എൻ്റെ തലയിൽ വെച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മോളെ, അതിന് ഞാനും അങ്ങനെ പറയുന്നില്ലല്ലോ. അച്ഛനമ്മയും പറയുന്ന പോലെ മോള് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടിയാൽ പിന്നെ മോള് ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഡിവോഴ്സ് കേസും ഫയൽ ചെയ്ത് നഷ്ടപരിഹാരം വാങ്ങിച്ച് മോളെ ഞങ്ങൾ നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എൻ്റെ അമ്മായിയും ഒരു പൊട്ടിയായ കാരണം എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കും. അതാ പിന്നെ ഒരു സമാധാനം. സ്വന്തം മോളെ പോലെയാ നായനയെ സ്നേഹിച്ചിരുന്നത് എൻ്റെ അമ്മായിയമ്മ. അതൊരു നിമിഷം കൊണ്ടല്ലേ ഞാൻ ഇല്ലാതാക്കിയത്. എന്നെ തട്ടിക്കൊണ്ടു പോയതാണെന്നും നന്ദു അനിയും ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് ഈ കല്യാണം നടത്താതിരിക്കാൻ നയനെ കൂട്ടി നിന്നിട്ടാണ് എന്നെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ ഞാൻ അങ്ങ് വെച്ച് കാച്ചിയതാ. അതാണെങ്കിൽ ആ പൊട്ടിത്തള്ള വിശ്വസിച്ചു. അതുകൊണ്ട് അവര് തമ്മിലുള്ള സ്നേഹം അങ്ങ് നിന്നു. ഇപ്പോ കണ്ടാ ദേഷ്യ നയനയെ. അതുപോലെ എല്ലാവരെയും ഞാൻ വെറുപ്പിക്കും. എന്നിട്ട് കിട്ടാവുന്നിടത്തോളമൊക്കെ ഞാൻ വാങ്ങിച്ചേ അങ്ങോട്ട് വരും അമ്മേ. അമ്മ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. ആദ്യം നമുക്കേ നന്ദുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. നന്ദു ഒരിക്കലും ട്രെയിനിങ്ങിന് പോവരുത്. അവളെ SC ആവരുത്. അക്കാര്യത്തിനാ ഇപ്പം ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമ്മളങ്ങോട്ട് ചെന്ന് കാര്യമായിട്ട് ആലോചിക്കണം എന്ത് ചെയ്യണമെന്ന്. ഒരുപാട് നേരെ നമ്മളിങ്ങനെ റൂമിൽ നിന്നാലേ ആ പരട്ട തല കയറി വരും. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങുമല്ല അമ്മേ എന്നും പറഞ്ഞ് അനാമിക രേവതിയെ കൂട്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ഇതെല്ലാം കേട്ട് ആകെ കൂടെ തളർന്നായിരിക്കും നിൽക്കുന്നത്. പെട്ടെന്ന് ജാനകി മുൻപിൽ നിൽക്കുന്നത് കാണുമ്പോൾ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാ ജാനകി ഇത് അറിഞ്ഞ പാവം പോലും നടിക്കുന്നുണ്ടായിരിക്കില്ല. ആ അനാമിക മോള് റെഡിയായോ? എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീടായിട്ട് ജാനകി വല്ലാത്ത സങ്കടത്തിലായിരിക്കും. ഞാൻ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചാണല്ലോ നയനയോട് പെരുമാറിയത്. ഇങ്ങനൊരുത്തിയാണല്ലോ ഞാൻ എൻ്റെ മരുമകളായിട്ട് ഇത്രയും നാൾ സ്നേഹിച്ചത്.
എന്നൊക്കെ പറഞ്ഞ് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും ജാനകി നിൽക്കുന്നത്. അങ്ങനെ ഓഫീസിൽ നിന്ന് നയന വരുന്നുണ്ട്. നയനയെ കാണുന്നതും ആകെ കൂടെ തകർന്ന് പൊട്ടിക്കരഞ്ഞ് നയനയുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. എന്താ ഇളയമേ, ഇളയമ ഇതിനൊക്കെ അറിയുന്നേ? മോളെ, മോൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ മോളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത്. അന്ന് അനാമികയായിട്ടുള്ള കല്യാണം നടക്കരുതെന്ന് കരുതിയിട്ടാ മോള് അനാമികയെ തട്ടിക്കൊണ്ടു പോയതെന്നാ ഞാൻ കരുതിയത്. എന്നാ അങ്ങനെയൊന്നും അല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മോളെ. അതും അനാമികയുടെ വായിൽ നിന്ന് തന്നെ. മോൾ എന്നോട് ക്ഷമിക്ക്. പല കാര്യത്തിൽ മോളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്.